ഇലക്ട്രോകെമിസ്ട്രി എന്ന ഈ ചാപ്റ്റർ രണ്ട് കാര്യങ്ങളെപ്പറ്റിയാണ്. ഒന്നാമത്തേത്, ഒരു കെമിക്കൽ റിയാക്ഷൻ കൊണ്ട് നമുക്ക് എങ്ങനെ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാം എന്നതാണ്. രണ്ടാമത്തേത്, നേരെ തിരിച്ച് ഇലക്ട്രിസിറ്റി കൊടുത്ത് ഒരു റിയാക്ഷൻ എങ്ങനെ നടത്താം എന്നതാണ്. ഇതെല്ലാം മനസ്സിലാക്കാൻ ചില അടിസ്ഥാന കാര്യങ്ങൾ ആദ്യം അറിയണം. കാര്യങ്ങൾ ഇവയാണ്: ആറ്റം എന്താണ്, അയോൺ എന്താണ്, കോമ്പൗണ്ട് എന്താണ്, പിന്നെ ഇലക്ട്രോണുകൾ എങ്ങനെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൈമാറുന്നു എന്നത്. ഈ വീഡിയോ ഈ അടിസ്ഥാന കാര്യങ്ങളെപ്പറ്റിയാണ്. Electrochemistry is the study of production of electricity from energy released during spontaneous chemical reactions and the use of electrical energy to bring about non-spontaneous chemical transformations. ഏറ്റവും അടിസ്ഥാനത്തിൽ നിന്ന് തുടങ്ങാം. നമ്മുടെ ചുറ്റുമുള്ള എല്ലാ വസ്തുക്കളും വളരെ ചെറിയ കണികകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ചെറിയ കണികകളെ ആറ്റം എന്ന് വിളിക്കുന്നു. ഒരു ആറ്റത്തിന്റെ ഉള്ളിലേക്ക് നോക്കാം. അതിന്റെ നടുവിൽ ന്യൂക്ലിയസ് എന്ന ഒരു കേന്ദ്രമുണ്ട്. ഈ ന്യൂക്ലിയസിൽ പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നീ രണ്ട് തരം കണികകളുണ്ട്. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ഉണ്ട്, ന്യൂട്രോണിന് ഒട്ടും ചാർജ് ഇല്ല. ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്ന അതിചെറിയ കണികകളെ ഇലക്ട്രോൺ എന്ന് വിളിക്കുന്നു. അവയ്ക്ക് നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഒരു സാധാരണ ആറ്റത്തിൽ പ്രോട്ടോണുകളുടെ എണ്ണവും ഇലക്ട്രോണുകളുടെ എണ്ണവും തുല്യമാണ്. അതുകൊണ്ട് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും തുല്യമാകുന്നു. അവ പരസ്പരം ക്യാൻസൽ ചെയ്യുന്നു. അതിനാൽ ആറ്റത്തിന് ആകെ ചാർജ് ഇല്ല. ഇങ്ങനെയുള്ള ആറ്റത്തെ ന്യൂട്രൽ ആറ്റം എന്ന് പറയുന്നു. ഇനി ഒരു ന്യൂട്രൽ ആറ്റം ഒരു ഇലക്ട്രോൺ വിട്ടുകളഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. ഒരു നെഗറ്റീവ് ചാർജ് കുറയും, പക്ഷേ ന്യൂക്ലിയസിലെ പ്രോട്ടോണുകൾ അതേപടി നിൽക്കും. ഇപ്പോൾ ഒരു പോസിറ്റീവ് ചാർജ് കൂടുതലായതുകൊണ്ട് ആറ്റത്തിന് ഒരു പ്ലസ് ചാർജ് വരും. ഇതിനെ പോസിറ്റീവ് അയോൺ എന്ന് വിളിക്കുന്നു. നേരെ മറിച്ച് ഒരു ആറ്റം ഒരു ഇലക്ട്രോൺ കൂടുതൽ പിടിച്ചെടുത്താൽ ഒരു നെഗറ്റീവ് ചാർജ് കൂടുതലാകും. അതിന് ഒരു മൈനസ് ചാർജ് വരും. ഇതിനെ നെഗറ്റീവ് അയോൺ എന്ന് വിളിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ചാർജ് വന്ന ഒരു ആറ്റമാണ് അയോൺ. ഇവിടെ ഒരു വളരെ പ്രധാന കാര്യമുണ്ട്. ഒരു ആറ്റം വിട്ടുകളയുന്ന ഇലക്ട്രോൺ വെറുതെ അപ്രത്യക്ഷമാകില്ല. ഒരാൾ ഒരു ഇലക്ട്രോൺ വിട്ടുകൊടുക്കണമെങ്കിൽ അത് പിടിച്ചെടുക്കാൻ വേറൊരാൾ അവിടെ ഉണ്ടാകണം. അതായത് ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നതും പിടിച്ചെടുക്കുന്നതും എപ്പോഴും ഒരുമിച്ചാണ് നടക്കുന്നത്. ഇതാണ് നമ്മൾ ഓർത്തുവെക്കേണ്ട സുവർണ നിയമം. ഒരു ഉദാഹരണം നോക്കാം. സോഡിയം ഒരു മെറ്റലാണ്, ക്ലോറിൻ ഒരു നോൺ മെറ്റലാണ്. സോഡിയം ഒരു ഇലക്ട്രോൺ, അതായത് ഒരു നെഗറ്റീവ് ചാർജ്, ക്ലോറിൻ വിട്ടുകൊടുക്കുന്നു. ഒരു നെഗറ്റീവ് ചാർജ് വിട്ടുകൊടുത്തതുകൊണ്ട് സോഡിയം ഒരു പോസിറ്റീവ് അയോണായി മാറുന്നു. ഇതിനെ സോഡിയം പ്ലസ് എന്ന് വിളിക്കുന്നു. ക്ലോറിൻ ആ നെഗറ്റീവ് ചാർജ് സ്വീകരിക്കുന്നതുകൊണ്ട് ഒരു നെഗറ്റീവ് അയോണായി മാറുന്നു. ഇതിനെ ക്ലോറിൻ മൈനസ് എന്ന് വിളിക്കുന്നു. ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നതിനെ ഓക്സിഡേഷൻ എന്ന് വിളിക്കുന്നു. അതുകൊണ്ട് ഇവിടെ സോഡിയം ഓക്സിഡൈസ് ആകുന്നു. ഇലക്ട്രോൺ പിടിച്ചെടുക്കുന്നതിനെ റിഡക്ഷൻ എന്ന് വിളിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ക്ലോറിൻ റിഡ്യൂസ് ആകുന്നു. ഇവ രണ്ടും എപ്പോഴും ഒരുമിച്ച് നടക്കുന്നതുകൊണ്ട് ഈ ജോഡിയെ റിഡോക്സ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നു. റിഡക്ഷൻ, ഓക്സിഡേഷൻ എന്നീ വാക്കുകൾ ചേർന്നതാണ് റിഡോക്സ്. ഓക്സിഡേഷൻ, toss of electrons by any species. Reduction, gain of electrons by any species. ഇനി ആ രണ്ട് അയോണുകൾക്ക് എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. സോഡിയം പ്ലസ് പോസിറ്റീവ് ആണ്, ക്ലോറിൻ മൈനസ് നെഗറ്റീവ് ആണ്. വിപരീത ചാർജുകൾ പരസ്പരം ആകർഷിക്കും. അതുകൊണ്ട് ഈ രണ്ട് അയോണുകളും ഒട്ടിച്ചേർന്ന് നിൽക്കും. ഇങ്ങനെ ഒട്ടിച്ചേർന്ന് ഉണ്ടാകുന്നതാണ് സോഡിയം ക്ലോറൈഡ്, അതായത് നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന കറിയുപ്പ്. അതായത് ഒരു കോമ്പൗണ്ട് എന്നാൽ അയോണുകൾ ഒട്ടിച്ചേർന്ന് ഉണ്ടാകുന്ന ഒന്നാണ്. ഇതുപോലെ പല കോമ്പൗണ്ടുകളും അയോണുകൾ ചേർന്നാണ് ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന് കോപ്പർ അയോൺ, അതായത് കോപ്പർ 2+, സൾഫേറ്റ് എന്ന ഒരു നെഗറ്റീവ് അയോണുമായി ചേർന്നാൽ കോപ്പർ സൾഫേറ്റ് ഉണ്ടാകുന്നു. ഇതുപോലെ സിങ്ക് അയോൺ സൾഫേറ്റുമായി ചേർന്നാൽ സിങ്ക് സൾഫേറ്റ് ഉണ്ടാകുന്നു. അതായത് ഒരു കോമ്പൗണ്ട് അയോണുകളുടെ ഒരു ശേഖരമാണ്. അതിനുള്ളിൽ അയോണുകൾ ഒളിച്ചിരിക്കുന്നു. ഒരു മെറ്റൽ എത്ര എളുപ്പത്തിൽ ഇലക്ട്രോൺ വിട്ടുകൊടുക്കും എന്നതിനെ ആ മെറ്റലിന്റെ റിയാക്ടിവിറ്റി എന്ന് വിളിക്കുന്നു. ഒരു മെറ്റലിന്റെ പുറത്തെ ഇലക്ട്രോണിനെ പുറത്തേക്ക് എടുക്കാൻ ഒരു പുഷ് വേണം. ചില മെറ്റലുകൾക്ക് ഒരു ചെറിയ പുഷ് മതി, ചിലതിന് വലിയ പുഷ് വേണം. സിങ്ക് ഒരു ചെറിയ പുഷിൽ തന്നെ ഇലക്ട്രോൺ വിട്ടുകൊടുക്കും. അതുകൊണ്ട് സിങ്ക് കൂടുതൽ റിയാക്റ്റീവാണ്. കോപ്പർ ഒരു വലിയ പുഷ് കിട്ടിയാൽ മാത്രമേ ഇലക്ട്രോൺ വിട്ടുകൊടുക്കൂ. അതുകൊണ്ട് കോപ്പർ കുറവ് റിയാക്റ്റീവാണ്. കോപ്പറിന് ഈ വലിയ പുഷ് സാധാരണ കിട്ടുന്നത് ഒരു കോമ്പൗണ്ട് ഉണ്ടാക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് കോപ്പറിനെ നമ്മൾ കൂടുതലും കോപ്പർ സൾഫേറ്റ് പോലുള്ള കോമ്പൗണ്ടുകൾക്കുള്ളിൽ ഒരു അയോണായി കാണുന്നത്. ഇന്ന് പഠിച്ച അടിസ്ഥാന കാര്യങ്ങൾ ഓർത്തുനോക്കാം. ആറ്റത്തിൽ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എന്നിവ ഉണ്ട്. സാധാരണ ആറ്റം ന്യൂട്രലാണ്. ആറ്റം ഇലക്ട്രോൺ വിട്ടാലോ പിടിച്ചാലോ ചാർജ് വരും, അതാണ് അയോൺ. വിപരീത അയോണുകൾ ചേർന്ന് കോമ്പൗണ്ട് ഉണ്ടാകുന്നു. ഇലക്ട്രോൺ വിട്ടുകൊടുക്കാനുള്ള എളുപ്പമാണ് റിയാക്ടിവിറ്റി. എല്ലാറ്റിൻ്റെയും അടിസ്ഥാനത്തിൽ ഒരു സുവർണ നിയമമുണ്ട്.
ഒരു ആറ്റം ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നത് അത് പിടിച്ചെടുക്കാൻ വേറൊരാൾ ഉള്ളപ്പോൾ മാത്രമാണ്. ഇങ്ക് പോലെ റിയാക്റ്റീവ് ആയ ഒരു മെറ്റൽ ഇലക്ട്രോൺ പിടിച്ചെടുക്കാൻ ഒരാളെ കണ്ടാൽ ഉടനെ വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. ഒരു മെറ്റലും ഇലക്ട്രോൺ പിടിച്ചെടുക്കുന്ന അയോണുകളും കണ്ടുമുട്ടുമ്പോഴാണ് ഒരു യഥാർത്ഥ റിയാക്ഷൻ നടക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.